നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു കൂട്ടാനാണല്ലോ അവിയൽ എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചേന, ഒരു കഷ്ണം ചേന നീളത്തിലാണ് നമ്മൾ അരിയേണ്ടത് കേട്ടോ. എല്ലാ കഷ്ണങ്ങളും തന്നെ ഒരുപോലെ നീളത്തിലും ഇതുപോലെ കനം കുറച്ചും നമ്മൾ അരിഞ്ഞെടുക്കണം. പിന്നെ കുറച്ച് ചേന ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കായ കേട്ടോ, ഒരു കായ ഇതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞത്, ഒരു ക്യാരറ്റ്, പിന്നെ ഒരു കഷ്ണം കുമ്പളങ്ങ അരിഞ്ഞത്, 3-4 കോവയ്ക്ക, ഒരു ചെറിയൊരു വഴുതനങ്ങ കേട്ടോ, അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുരിങ്ങയ്ക്ക അതേപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞത്, പിന്നെ 3-4 ബീൻസ് കേട്ടോ, പിന്നെ 5-6 പച്ചമുളക് എല്ലാം ഒരുപോലെ തന്നെ അരിയണം. പിന്നെ അതിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂണിലെ മുളക് പൊടിയും കൂടെ ചേർത്ത് പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറി പടവലങ്ങയോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിക്കാം. കഷ്ണമൊക്കെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് തിരി കുറച്ച് കൊടുക്കാം. അപ്പം പകുതി ഒന്ന് വെന്ത് വന്നപ്പം 2 മാങ്ങ കേട്ടോ, പുളി കുറച്ചുള്ളതാണ്, അപ്പോൾ അതുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. 2-3 മിനിറ്റ് കൊണ്ട് വീണ്ടും നമുക്കൊന്ന് വെന്ത് കിട്ടും കേട്ടോ. ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായിട്ട് അരമുറി തേങ്ങ ചിരകിയത്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ചതച്ചിടും കേട്ടോ. വെള്ളം ഒന്ന് കുടയേ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പൊക്കെ അതിലേക്കൊന്ന് ചേർത്തിട്ട് ഒന്ന് നിരത്തി കൊടുക്കാം. ഇളക്കണ്ട, ഇപ്പോഴേ നിരത്തിയതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് വീണ്ടും അടച്ച് വയ്ക്കാം. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഗ്യാസ് നമുക്കങ്ങ് ഓഫ് ചെയ്യാം. ഇനി വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് അവിയലൊക്കെ നല്ലപോലെ നിരത്തി ഒന്ന് ഒതുക്കി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ അവിയൽ തയ്യാറായിട്ടോ. ഇതുപോലെ തയ്യാറാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ല കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.